ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്. ഇന്ന് ബിഗ് ബോസ് ആണ് എല്ലാവർക്കും മോർണിംഗ് ടാസ്ക് ആയിട്ട് കൊടുത്തത്. ബിഗ് ബോസ് വന്നിട്ട് എല്ലാവരും 74 ദിവസമാണ്. ഈ 74 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീന് അഥവാ നിങ്ങൾക്ക് ഒരു സിനിമ പോലെ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്താണെന്ന് പറയാൻ പറയുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ അനീഷ് പറയുന്ന ഒരു കാര്യമുണ്ട്. അനീഷ് പറയുന്നത് പിന്നെ ജയിലിൽ കിടന്നല്ലോ, ഷാനവാസും അനീഷും തമ്മിൽ ജയിലിൽ കിടന്ന ആ സീന് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലെന്ന്, ഒരു കോളേജ് കാലഘട്ടത്തെ പോലെയാണ് തനിക്ക് ഓർമ്മയെന്ന്. അതിന്റെ അവിടെ കിടന്ന് അവർ രണ്ടുപേരോട് ഒരുമിച്ച് ഒരേ രീതിയിൽ കിടന്ന് അവിടെ ഇടുങ്ങിയ സ്ഥലത്ത് കിടന്ന് ഇങ്ങനെ മുകളിലോട്ട് നോക്കി പറഞ്ഞ കാര്യങ്ങളും ചിരിച്ച് എൻജോയ് ചെയ്തതും എല്ലാം വളരെ സന്തോഷത്തോടാണ് നമ്മുടെ അനീഷ് അവിടെ പറയുന്നത്. പക്ഷെ ഷാനവാസ് ഇവിടെ വന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? തനിക്ക് ഇഷ്ടപ്പെട്ട ആ സീൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് വഴക്കും തെറിവിളിയൊക്കെ നടന്ന് അക്ബറിനെയും ഷാനവാസിനെയും കൂടെ നമ്മുടെ ബിഗ് ബോസ് നമ്മുടെ കൺഫെഷൻ റൂമിലോട്ട് വിളിക്കുന്നില്ല. അതിനുശേഷം വന്നതിന് ശേഷം അവർ ആ മൈജി കോർണറിൽ നിന്ന് വർത്തമാനം പറയുമ്പോൾ കരയുന്നുണ്ട്. ആര്? അക്ബറുമായിട്ട് പറഞ്ഞ് കരയുന്നുണ്ട്. അക്ബറും അതേപോലെ കരയുന്നുണ്ട്. അപ്പൊ ആ സീനാണ് പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടതെന്ന് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട്. പക്ഷെ അക്ബർ പറയുന്നത് എന്തോന്നറിയാമോ? ആര്യനും അപ്പാനി ഷെരീഫും അക്ബറും എല്ലാരും കൂടെ ചേർന്ന് ആ ബെഡ്റൂമിൽ ഇരുന്ന് ഓരോരുത്തരെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ, സരികയും രേണുസുതിയെയും ശാരികയൊക്കെ കളിയാക്കിയ സീനാണ് തനിക്ക് മറക്കാൻ പറ്റാത്തതെന്നാണ് നമ്മുടെ അക്ബർ അവിടെ പറയുന്നത്. നമ്മുടെ അതുപോലെ തന്നെ ആര്യം പറയുന്ന സീൻ എന്ന് പറയുന്നത് ജിസേൽ ഔട്ടായി പോകുന്ന ആ സീനുണ്ടല്ലോ. അപ്പം ജിസേല് പിന്നെ അത് കടന്നു വരും, തിരിച്ചു വരുമ്പോ നമ്മുടെ ആദില മാത്രമാണല്ലോ തിരിച്ചു വരുന്നത്. ആ സംഭവമാണ് തനിക്ക് മറക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നുണ്ട്. ആദില പറയുന്നത് ആ മഴയത്ത് നനഞ്ഞ് കുളിച്ച രംഗം ഉണ്ടല്ലോ, അതാണ് തനിക്ക് മറക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നത്. അനുമോള് പറയുന്നത് ലാലേട്ടൻ വീട്ടിൽ വന്ന രംഗവും ലാലേട്ടനോട് ഐ ലവ് യു പറഞ്ഞ രംഗമാണ് മറക്കാൻ പറ്റാത്തതെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ലക്ഷ്മി പറയുന്നത് ലാലേട്ടന് ഭരത് അവാർഡ് കിട്ടിയില്ലേ, സോറി, ആ സംഭവമാണ് തനിക്ക് മറക്കാൻ പറ്റാത്തതെന്ന് ഇങ്ങനെ പലരും പറയുന്നുണ്ട്. പിന്നീട് അതിനുശേഷം നമ്മുടെ ഷാനവാസും അനീഷും കൂടെ ബെഡ്റൂമിൽ ഇരുന്ന് അന്നത്തെ ആ സംഭവത്തെ ഇങ്ങനെ പറഞ്ഞ് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് മറക്കാൻ പറ്റത്തില്ലെന്നും, നമ്മളിവിടെ ബിഗ് ബോസ് വന്നതിന് ശേഷം വഴക്കിടുന്നു, ഇണങ്ങുന്നു, വീണ്ടും വഴക്കിടുന്നു, ഇണങ്ങുന്നു, അതൊക്കെ പറയുന്നു. ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് രണ്ടുപേരും കൂടെ ബെഡ്റൂമിൽ ഇരുന്ന് അതേക്കുറിച്ച് ചർച്ചയും ചെയ്യുന്നുണ്ട്.